So in order to maintain the patency of the catheter, daily change the catheter or irrigate it with 1 ml NS. സോ നമ്മൾ ഈ ഇൻസേർട്ട് ചെയ്യുന്ന സെക്ഷൻ കത്തീറ്ററിൻ്റെ പേറ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ എല്ലാ ദിവസവും ആ സെക്ഷൻ കത്തീറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യും, പുതിയൊരു കത്തീറ്റർ ഇടും, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഇറിഗേറ്റ് ചെയ്യണം. ഇറിഗേറ്റ് ചെയ്യുമ്പോൾ 1 ml NS വെച്ചിട്ടായിരിക്കും അത് ഇറിഗേറ്റ് ചെയ്യുക, സോ ദാറ്റ് ദ ക്ലോത്ത്സ് ക്യാൻ ബി റിമൂവ്ഡ് ആൻഡ് ദ പേറ്റൻസി ഓഫ് ദ കത്തീറ്റർ ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. The next is in pure esophageal atresia with no fistula, the infant is to be placed in a head down position to facilitate drainage. So fistula ഒന്നുമില്ല, ഇസോഫാഗിയൽ അട്രീഷ്യ മാത്രമേ ഉള്ളൂ, അതായത് ആസ്പിറേഷന് ചാൻസസ് വളരെ കുറവാണ്. നമ്മൾക്ക് ആകെപ്പാടെ ഇവിടെ ചെയ്യേണ്ടത് ആ പ്രോക്സിമൽ പൗച്ചിൽ നിന്ന് കണ്ടൻസ് വെളിയിലേക്ക് കളയുക എന്നതാണ്. അതിന് ഏറ്റവും നല്ല പൊസിഷൻ കുട്ടീനെ കമഴ്ത്തി കിടത്തുകയാണ് in order to drain out the secretions. So in pure esophageal atresia with no fistula, the infant is to be placed in a head down position in order to facilitate the drainage. So that was about the initial management. Now let's see about the surgical management. So the main priorities of esophageal atresia or TEF surgery are save the baby's life. So babyയുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് you have to divide the tracheoesophageal fistula and you have to treat the associated life-threatening conditions. The next is you have to restore the gastrointestinal continuity. ഒരു ടെഫ് റിമൂവ് ചെയ്ത് അതിനുശേഷം ആ ഒരു ഇസോഫാഗിയൽ പൗച്ചസ് രണ്ടും കൂടെ നമ്മൾ സ്യൂച്ചർ ചെയ്യണം, സോ ദാറ്റ് ദ ഗ്യാസ്ട്രിക് കണ്ടൻസ് ക്യാൻ ബി ഡ്രെയിൻഡ് നോർമലി ഇൻ ടു ദ സ്റ്റൊമക്. ആൻഡ് ദ ലാസ്റ്റ് ഗോൾ ഇസ്, if possible, do this by preserving the native esophagus. സോ കഴിവതും നമ്മൾ ആ ഒരു കുട്ടിയുടെ ഇസോഫാഗസ് കൊണ്ട് തന്നെ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ചില കേസസിൽ നമ്മൾ പറഞ്ഞു 2 പൗച്ചും തമ്മിൽ ലോങ് ഗ്യാപ്പ് ഉണ്ടാവുന്നത്, അപ്പോൾ ചിലപ്പോൾ ആ ഒരു റെഡിമെയ്ഡ് പൗച്ച് അല്ലെങ്കിൽ ഒരു സിന്തറ്റിക് മെറ്റീരിയൽ അവിടെ പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ കഴിവതും പറ്റാവുന്ന സിറ്റുവേഷൻസിൽ നേറ്റീവ് ഇസോഫാഗസ് കൊണ്ട് തന്നെ ഈ ഒരു സർജറി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. So these are the major priorities of a surgery for EA TEF. The first is you have to save the baby's life. ബേബിയുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് tracheoesophageal fistulae നമ്മൾ റിമൂവ് ചെയ്യുക. ആൻഡ് യു ഹാവ് ടു ട്രീറ്റ് ദ അതർ അണ്ടർലൈങ് കണ്ടീഷൻ. 2, നമ്മളുടെ ഇസോഫാഗിയൽ പൗച്ചിൻ്റെ കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യുക. In order to ensure the continuity of the esophageal pouch, you have to do an end-to-end anastomosis of the 2 pouches. Proximal pouchum distal pouchum കൂടെ നമ്മൾ കണക്ട് ചെയ്യണം. ആൻഡ് ലാസ്റ്റ്ലി ഈ കണക്ട് ചെയ്യുന്ന സമയത്ത് കഴിവതും നാച്ചുറൽ ആയിട്ടുള്ള ഇസോഫാഗസ് കൊണ്ട് തന്നെ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീരെ പറ്റാത്ത കേസുകളിൽ മാത്രമേ സിന്തറ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ദ പ്രൈമറി സർജിക്കൽ കറക്ഷൻ, ആദ്യം ഇത് സ്റ്റേജ്ഡ് ആയിട്ടൊക്കെയാണ് ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക, ഒരു സർജറി കംപ്ലീറ്റ് ചെയ്യുക. ആദ്യത്തെ പ്രൈമറി സർജിക്കൽ കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡു എ തൊറാക്കോട്ടമി വിത്ത് ഡിവിഷൻ ആൻഡ് ലൈഗേഷൻ ഓഫ് ടെഫ്. സോ ആദ്യമേ നമ്മൾ ചെയ്യുക, നമ്മളുടെ തൊറാക്സ് ഓപ്പൺ ചെയ്ത്, അതായത് തൊറാക്കോട്ടമി ചെയ്ത ശേഷം നമ്മളുടെ ഫിസ്റ്റുലേനെ, ട്രക്കിയോഇസോഫാഗിയൽ ഫിസ്റ്റുലേനെ മുറിച്ച് മാറ്റി ആ ഒരു ഫിസ്റ്റുല ഉണ്ടായിരുന്ന പോർഷൻ സ്യൂച്ചർ ഔട്ട് ചെയ്ത് നമ്മളുടെ ഇസോഫാഗസും ട്രക്കിയയും തമ്മിലുള്ള ബന്ധത്തെ വേർപെടുത്തിയാണ് ചെയ്യുക. So in the first step we will do a thoracotomy, and after thoracotomy we will divide and ligate the tracheoesophageal fistula. രണ്ടാമത് നമ്മൾ ചെയ്യുക end-to-end anastomosis of the upper and the lower segments of the esophagus. So ഇസോഫാഗസിൻ്റെ പ്രോക്സിമൽ പൗച്ചും ഡിസ്റ്റൽ പൗച്ചും തമ്മിൽ കണക്ട് ചെയ്ത് ആ ഒരു കണ്ടിന്യൂറ്റി എൻസർ ചെയ്യാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുക.
സോ ദിസ് ഇസ് അബൌട്ട് ദ പ്രൈമറി സർജിക്കൽ കറക്ഷൻ. വളരെ എളുപ്പമാണ്. ഈ ഒരു കണ്ടീഷൻ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾക്ക് മനസ്സിലാവും. സോ ആദ്യമേ നമ്മൾ ചെയ്യുക, ഫിസ്റ്റുലേനെ വേർപെടുത്തുകയാണ് ചെയ്യുക. സോ ഫിസ്റ്റുലേനെ വേർപെടുത്താനായിട്ട് ഒരു തൊറാക്കോട്ടമി ചെയ്യും. തൊറാക്കോട്ടമി ചെയ്തിട്ട് ആ ഫിസ്റ്റുലേനെ ഡിവൈഡ് ചെയ്ത് ലൈഗേറ്റ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇസോഫാഗസിൻ്റെ 2 പൗച്ചസ്, അതായത് പ്രോക്സിമൽ പൗച്ചും ഡിസ്റ്റൽ പൗച്ചും കൂടെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. So this is the primary surgical correction which is done in case of esophageal atresia with tracheoesophageal fistula. ഈ ഒരു സർജിക്കൽ കറക്ഷൻ ഒന്നെങ്കിൽ ഒരൊറ്റ സർജറി ആയിട്ട് ചെയ്യാം, അതായത് ഈ 2 സ്റ്റെപ്പും ഒറ്റ സർജറിയിൽ ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സർജറി ആയിട്ട് ചെയ്യാം. സോ എങ്ങനെയാണ് ഒറ്റ സർജറിയിൽ ചെയ്യണോ അല്ലെങ്കിൽ സ്റ്റേജ്ഡ് ആയിട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കാനായിട്ട് വി ഹാവ് എ ക്ലാസിഫിക്കേഷൻ വിച്ച് ഇസ് നോൺ ആസ് വാട്ടർസ്റ്റൺ ക്ലാസിഫിക്കേഷൻ. സോ വാട്ടർസ്റ്റൺ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് കുട്ടികളെ 3 ഗ്രൂപ്പായിട്ട് തിരിക്കും, എ, ബി ആൻഡ് സി. എ എന്ന് പറയുന്നത് ഇഫ് ദ ബർത്ത് വെയ്റ്റ് ഓഫ് ദ ബേബി ഇസ് ഗ്രേറ്റർ ദാൻ 2500 gram ആൻഡ് അതർവൈസ് ഹെൽത്തി. സോ 2.5 കിലോയിൽ കൂടുതൽ വെയിറ്റ് ഉള്ള കുട്ടികളും വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത കുട്ടികളെയുമാണ് ഗ്രൂപ്പ് എയിൽ ഉൾപ്പെടുത്തുക. ഈ കുട്ടികളുടെ സർവൈവൽ റേറ്റ് 100% ആണ്. ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോൾ ബർത്ത് വെയ്റ്റ് വിൽ ബി ബിറ്റ്വീൻ 2000 to 2500 gram, അതർവൈസ് വെൽ, നോ ഓർ ഹയർ വെയ്റ്റ് വിത്ത് മോഡറേറ്റ് അനോമലി. 2 കണ്ടീഷൻസ് ആണ് ഗ്രൂപ്പ് ബിയിൽ ഉൾപ്പെടുത്താനുള്ളത്. ഒന്നെങ്കിൽ കുട്ടിയുടെ വെയിറ്റ് 2000-നും 2500 ഗ്രാമിനും ഇടയ്ക്കായിരിക്കും, വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് കുട്ടികളാണ് ബർത്ത് വെയ്റ്റ് കൂടുതലായിരിക്കും, അതായത് 2500-ലൊക്കെ കൂടുതൽ ഉണ്ടാവും, പക്ഷേ അസോസിയേറ്റഡ് ആയിട്ട് വേറൊരു അനോമലിയും കൂടെ ഉണ്ടാവും. ആ അനോമലി അത്ര സീരിയസ് അനോമലി ആവണം എന്നില്ല, ഒരു മോഡറേറ്റ് അനോമലി ആവും, ലൈക്ക് നോൺ കാർഡിയാക് അനോമലി പ്ലസ് PDA, VSD, ASD. സോ കാർഡിയാക് അനോമലീസ് അല്ലാതെ വേറെ ഏതെങ്കിലും അനോമലി ഉള്ള കുട്ടികളും അതിൻ്റെ ഒപ്പം തന്നെ വെയിറ്റ് കൂടുതലുള്ള കുട്ടികളെയും ഗ്രൂപ്പ് ബിയിൽ ഉൾപ്പെടുത്തും. ഇവരുടെ സർവൈവൽ റേറ്റ് 85% ആണ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഗ്രൂപ്പ് സി. ഇവിടെ ബർത്ത് വെയിറ്റ് 2000-ൽ താഴെയാവും, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, അതാണ് ആദ്യത്തെ കാറ്റഗറി. അല്ലെങ്കിൽ ബർത്ത് വെയിറ്റ് 2000-ന് മുകളിലുണ്ടാവും, പക്ഷേ അതിൻ്റെ ഒപ്പം അവർക്ക് ഒരു സിവിയർ ആയിട്ടുള്ള അസോസിയേറ്റഡ് അനോമലി, എസ്പെഷ്യലി കാർഡിയാക് അനോമലി ഉണ്ടാവും. സോ ദിസ് ഇസ് ഹൗ വി ക്ലാസിഫൈ ദ ചിൽഡ്രൻ അക്കോർഡിംഗ് ടു വാട്ടർസ്റ്റൺ ക്ലാസിഫിക്കേഷൻ. ഗ്രൂപ്പ് എ, അവിടെ ബർത്ത് വെയിറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 2500 gram ആൻഡ് ദ ചൈൽഡ് ഇസ് അതർവൈസ് ഹെൽത്തി വിത്ത് നോ അനോമലീസ്. ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് ബർത്ത് വെയിറ്റ് 2000-നും 2500-നും ഇടയിലും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളും അതോടൊപ്പം തന്നെ ബർത്ത് വെയിറ്റ് കൂടുതലുള്ള കുട്ടികളും അതിൻ്റെ ഒപ്പം ഒരു മോഡറേറ്റ് അനോമലി, അതായത് നോൺ കാർഡിയാക് അനോമലി ഉള്ള കുട്ടികളും ആവാം. ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബർത്ത് വെയിറ്റ് 2000-ൽ താഴെയാവും, വേറെ അനോമലീസ് ഒന്നും കാണില്ല, അല്ലെങ്കിൽ ബർത്ത് വെയിറ്റ് 2000-ന് മുകളിൽ ഉണ്ടാവാം, പക്ഷെ സിവിയർ അസോസിയേറ്റഡ് അനോമലി ലൈക്ക് കാർഡിയാക് അനോമലി ഒപ്പം ഉണ്ടാവും. സോ ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചാണ് കുട്ടികൾക്ക് വൺ സർജറി ചെയ്യണോ അതോ സ്റ്റേജ്ഡ് ആയിട്ടുള്ള സർജറി ചെയ്യണോ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുക. സോ ദ ടൈം ഓഫ് സർജറി ഈസ് ഡിസൈഡഡ് അക്കോർഡിംഗ് ടു വാട്ടർസ്റ്റൺ ക്ലാസിഫിക്കേഷൻ. ഗ്രൂപ്പ് എ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഓപ്പറേറ്റീവ് റിപ്പയർ ആണ് നമ്മൾ ചെയ്യുക, ഗ്രൂപ്പ് ബിക്ക് ഡിലേഡ് റിപ്പയർ ആണ് ചെയ്യുക, ആൻഡ് ഗ്രൂപ്പ് സിക്ക് സ്റ്റേജ് റിപ്പയർ ആണ് ചെയ്യുക. So this is how we decide the time of the surgery according to Waterston. Group A immediate repair, Group B delayed repair, അതായത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ നമ്മൾ സർജറി ചെയ്യുള്ളൂ. ഗ്രൂപ്പ് സി സ്റ്റേജ് റിപ്പയർ, പല പല സ്റ്റേജസ് ആയിട്ടായിരിക്കും ഗ്രൂപ്പ് സിയിൽ സർജറി ചെയ്യുക. So now we have two things to see. ഒന്ന്, എന്താണ് delayed repair, രണ്ട്, എന്താണ് staged repair. So we'll see what is delayed repair. So delayed repair is usually done after several weeks to months. എന്തിനു വേണ്ടിയിട്ടാ?
ഇവിടെ കുട്ടികളുടെ വെയിറ്റ് ഇത്തിരി കുറവായിരിക്കും.